കൊല്ലം നിയോജക മണ്ഡലം LDFന്റെ സ്ഥാനാർത്ഥി S. ജയമോഹൻ, അതായത് കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരിക്കെ ഏതാണ്ട് 10ലധികം ദേശീയ പുരസ്കാരങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന ആ കൊല്ലത്തിന് എത്തിച്ച നേതാവ് കൂടിയാണ് S. ജയമോഹൻ. അതുകൊണ്ട് തന്നെ അതായത് കൊല്ലത്തെ ആ ചെരുപ്പ് കുത്തികൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെരുപ്പ് കുത്തികൾ വെയിലത്തിരിക്കുന്നു, അവർ വല്ലാതെ ദുഃഖിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്കെല്ലാം ഈ കുട കൊണ്ട് കൊടുത്ത് അവർക്ക് ആശ്വാസമേകിയ ഒരു മനുഷ്യൻ കൂടിയാണ്. അതായത് ജയിച്ചാൽ കൊല്ലത്തിനൊരു മാതൃകാപരമായ ഒരു MLA നമുക്ക് കിട്ടും. നിരവധി ദേശീയ പുരസ്കാരങ്ങൾ ഒരു നിയമസഭാ മണ്ഡലത്തിലേക്ക് വരുമെന്ന് കൂടി നമുക്ക് ഉറപ്പിക്കാം. ഒരു സ്വീകരണങ്ങൾ ഇങ്ങനെ ഏറ്റുവാങ്ങി ഇങ്ങനെ കൊല്ലത്തെ തേരോട്ടം തുടരുകയാണ്. എങ്ങനെയുണ്ട് സമ്മേളനങ്ങളിലെ? കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഞാനും ഭരതൻ സാറുമാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വന്നിരുന്നത്. എല്ലാ കാലത്തും ഉള്ളതിനേക്കാൾ ഒരു അത്യാവേശം അത് ഈ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളോടും ക്ഷേമ പ്രവർത്തനങ്ങളോടും ജനങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ട്. ഇതെല്ലാം നിലനിൽക്കണം, തകർന്നു പോകരുതെന്ന് ചിന്തിക്കുന്ന അമ്മമാരുൾപ്പെടെ ഉള്ളവർ പെൻഷനെല്ലാം കയ്യിൽ മുടങ്ങാതെ കിട്ടുന്നത് മുടങ്ങിപ്പോകുമോ, അതുകൊണ്ട് കുറച്ചുകൂടെ ജാഗ്രത നിങ്ങൾ പുലർത്തണം. ഈ സർക്കാർ തന്നെ വരണം, വന്നെങ്കിലേ ഞങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ പറ്റൂ, ഭക്ഷണം കഴിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് പാതയോരങ്ങളിൽ തന്നെ നിലയുറപ്പിച്ച് സ്വീകരിക്കുന്നവരുടെ എണ്ണം ഒരു കാലത്തും ഇല്ലാത്ത നിലയിൽ വർദ്ധിച്ചു വരികയാണ്. ഇത് ഈ പറഞ്ഞ മുൻ അനുഭവങ്ങളുണ്ടല്ലോ, 2 തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച വ്യക്തി കൂടിയാണല്ലോ. എങ്ങനെയുണ്ട് കൊല്ലത്തെ ഈ പ്രവർത്തനത്തിൻ്റെ ഒരു വിലയിരുത്തൽ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒരു സമാധാനപരമായ ജീവിതം ഉറപ്പാക്കണം എന്നുള്ള വിശ്വാസമാണ് ആളുകളെ ഏറ്റവും പ്രധാനമായി നയിക്കുന്ന ഒരു കാര്യം. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ആളുകളെ വേർതിരിക്കുന്ന ഒന്നും ഈ കേരളത്തിലുണ്ടാവരുത് എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ജനങ്ങൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്നത്. അതിൻ്റെ ആവേശം ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കരുതലാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ 2 കാര്യങ്ങളും മുൻ തെരഞ്ഞെടുപ്പുകളേക്കാൾ ഒരു പടി മുന്നോട്ട് പോയിക്കൊണ്ട് ജനങ്ങളിൽ ആവേശവും സുരക്ഷിതത്വ ബോധവും ഉണ്ടാക്കിയെന്നുള്ളതാണ് ഈ സ്വീകരണങ്ങളിൽ കാണുന്ന ഏറ്റവും പ്രത്യേകമായ പ്രതികരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മുൻ മേയറുണ്ട് പ്രസന്ന എണസ്റ്റ്. ഇപ്പോൾ ഈ കൊല്ലം നഗരത്തിൽ ഇപ്പോൾ സ്വീകരണത്തിൽ ഇത് പരിപാടി നടക്കുകയാണല്ലോ. എങ്ങനെയാണ് ആത്മവിശ്വാസം? നമ്മുടെ കൊല്ലം മണ്ഡലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ ആവേശത്തോടെയാണ് എല്ലാ ജനങ്ങളും, ആബാലവൃന്ദ ജനങ്ങളും, കൊച്ചു കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ഈ വെയിലെല്ലാം അവഗണിച്ചുകൊണ്ട് എല്ലാ കേന്ദ്രങ്ങളിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഉറപ്പാണ് നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സഖാവ് S. ജയമോഹനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള നല്ല ചിട്ടയായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ടൗൺ മേഖലയിലെ സ്വീകരണം ഇവിടുന്ന് ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റാരുണ്ട് LDF അല്ലാതെന്നുള്ള ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ആ മുദ്രാവാക്യം. തടത്തിയുള്ള രാധാകൃഷ്ണനാണ് കേരള കോൺഗ്രസ് ബീഡ്. കൊല്ലം നിയോജക മണ്ഡലത്തിലെ പ്രവർത്തന പാരമ്പര്യമുള്ള 10 വർഷം കാഷ്യൂ കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്നിട്ട് അഴിമതിയുടെ ഒരു തുണ്ട് പോലും പറയുവാൻ പ്രതിപക്ഷത്തിന് പോലും അവസരം കൊടുക്കാത്ത രീതിയിൽ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന സഖാവ് ജയമോഹൻ കൊല്ലത്തിൻ്റെ MLA ആകേണ്ടുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ആവശ്യമാണ്. അദ്ദേഹത്തിലൂടെ കൊല്ലത്തിന് പുതിയ വികസനങ്ങൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കേട്ടല്ലോ.